ലൈംഗികാതിക്രമ കേസിൽ നടൻ സിദ്ദിഖിന് ആശ്വാസം. സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. 2 ആഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത്. പരാതി നൽകാനുള്ള കാലതാമസം പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. അന്വേഷണത്തോട് സിദ്ദിഖ് സഹകരിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. വിചാരണ കോടതി മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ സിദ്ദിഖ് പാലിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ സിദ്ദിഖ് ഉടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് അഭിഭാഷകൻ ബി രാമൻപിള്ള. അറസ്റ്റ് തടഞ്ഞുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും അഭിഭാഷകൻ പറഞ്ഞു. വിധിയിൽ വലിയ ആശ്വാസമില്ലെന്നും അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സിദ്ദിഖിന്റെ മകൻ ഷഹീൻ പറഞ്ഞു. PV അൻവർ MLA-ക്കെതിരെ ആരോപണം കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണക്കടത്ത്, ഹവാല പണം പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് ഇപ്പോഴത്തെ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പണം സംസ്ഥാന വിരുദ്ധ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അൻവറിനെ പേരെടുത്ത് പറയാതെയാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള കക്കാടംപൊയിലിലെ PVR നാച്ചുറോ പാർക്കിലെ അനധികൃത തടയണ പൊളിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് ശ്രമിക്കുന്നുവെന്ന വാർത്ത തെറ്റെന്ന് പഞ്ചായത്ത്. പുറത്തുവന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് കൂടരഞ്ഞി വ്യക്തമാക്കി. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തല്ല പഞ്ചായത്ത് നോട്ടീസ് നൽകിയതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതിക്ക് ജാമ്യം. ഡോക്ടർ ശ്രീകുട്ടിക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കൊല്ലം ജില്ലാ സെഷൻസ് ജഡ്ജി G ഗോപകുമാറാണ് ജാമ്യം നൽകിയത്. ജാമ്യം അനുവദിക്കരുതെന്ന പ്രോസിക്യൂഷൻ വാദം തള്ളിയാണ് കോടതി ഉത്തരവ്. ഡോക്ടർ ശ്രീകുട്ടിക്ക് വേണ്ടി അഡ്വക്കേറ്റ് C സജീന്ദ്രകുമാരനാണ് ഹാജരായത്. PV അൻവർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യുന്നു. 5 നേരം നിസ്കരിക്കുന്നത് കൊണ്ടാണ് പക വീട്ടുന്നതെന്ന ആക്ഷേപം പച്ചക്കള്ളം. നിസ്കരിക്കുന്നതിന് ആരും എതിരല്ല. ഈ തുറുപ്പുചീട്ട് അൻവർ പ്രയോഗിക്കുമെന്ന് അറിയാമായിരുന്നു. കള്ളനാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചുവെന്നും ആക്ഷേപം ഉയർത്തുന്നു. അൻവർ പറഞ്ഞ 4 കാര്യങ്ങളിലും അന്വേഷണം നടക്കുകയാണ്. മികച്ച ഉദ്യോഗസ്ഥരെ വെച്ചാണ് അന്വേഷിക്കുന്നത്. റിപ്പോർട്ട് ഉടൻ വരും. അതുവരെ കാത്തിരിക്കാമായിരുന്നല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. തിരുപ്പതി ലഡു വിവാദത്തിൽ ആന്ധ്ര സർക്കാരിനെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴക്കരുതെന്നും ദൈവങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ലഡുവിൽ മൃഗക്കൊഴുപ്പെന്ന ലാബ് റിപ്പോർട്ട് പുറത്തുവിട്ടതിലും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. വിവാഹിതയ്ക്ക് മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിന് ഇരയാക്കിയെന്ന് അവകാശപ്പെടാനാകില്ലെന്നും ബോംബെ ഹൈക്കോടതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ആരോപണ വിധേയനായ യുവാവ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതി നിരീക്ഷണം. കേസിലെ പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടാണ് ജസ്റ്റിസ് മനീഷ് പിട്ടാലെ വിധി പ്രസ്താവിച്ചത്. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി നടി. ആലുവ സ്വദേശിയായ നടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയത്. 2007 ജനുവരിയിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ഗ്രൂപ്പ് സെക്സിന് നിർബന്ധിച്ചുവെന്നും ഹോട്ടൽ മുറിയിൽ കയറി വന്ന് ലൈംഗിക അതിക്രമം നടത്തിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. മുകേഷ് അടക്കം 7 പേർക്കെതിരെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്.